എല്ലാവർക്കും നമസ്കാരം. ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് ഒളിമ്പസിൽ സംസാരിക്കുന്നത്. അതും ഇങ്ങനെ ഒരു സംഗതി സംസാരിക്കുക ഒളിമ്പസിൻ്റെ ഒരു രീതിയല്ല. വാസ്തവത്തിൽ ഒരു സദസ് എന്നിട്ട് മുകളിൽ ഒരു വേദി, ആ വേദിയിൽ പോഡിയത്തിൽ നിന്നൊരാള്, അങ്ങനെയുള്ളൊരു അന്തരീക്ഷമല്ല ഒളിമ്പസിലുള്ളത്. പക്ഷെ അങ്ങനെയും ഏത് അന്തരീക്ഷവും നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം എന്നാണല്ലോ. അപ്പോൾ ആഴ പരിസ്ഥിതി കവിതകൾ എന്നതിനെ കുറിച്ചാണ് സംസാരിക്കാൻ മുതിരുന്നത്. തീർച്ചയായിട്ടും 2 മണിക്ക് ഊണ് കഴിഞ്ഞ് ഈ ചൂടിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ കവിതകളെ കുറിച്ച് സംസാരിക്കുക എന്നുള്ളത് നല്ല ഒരു വെല്ലുവിളിയാണ്. ആ വെല്ലുവിളിയാണ് ഇപ്പം ഞാൻ ഏറ്റെടുത്തിരിക്കുന്നത്. എന്താണ് കവിത എന്നൊരു ചോദ്യം വരും. ആഴ പരിസ്ഥിതി കവിത എന്ന് പറയുമ്പോൾ അതിന് മുമ്പായിട്ട് എന്താണ് കവിത എന്നുള്ള ഒരു ചോദ്യം ഉണ്ടാവും. അപ്പം ഞാനിങ്ങനെ കുറേ ചോദ്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ച് എറിഞ്ഞ് എൻ്റെതായ രീതിയിൽ അങ്ങോട്ട് കുറേ വർത്തമാനം പറഞ്ഞു പോകുന്നുണ്ട്. ആ ചോദ്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വേവലാതികൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ഓപ്പൺ സെഷനിൽ തീർത്തോളൂ, സന്തോഷിൻ്റെ മേലെ എന്നേ എനിക്ക് പറയാനുള്ളൂ. എന്താണ് കവിത എന്നുള്ളതേ പറ്റി ആലോചിച്ചപ്പോൾ അങ്ങനെ പ്രത്യേകിച്ചൊരു ഡെഫിനേഷനൊന്നും അതിന് കൊടുക്കാൻ പറ്റില്ലല്ലോ. എന്തും കവിതയാണ്. ഒരാൾ ജീവിക്കുന്നത് കവിതയാണ്, ഒരാൾ സംസാരിക്കുന്നത് കവിതയാവും, ഒരാൾ എഴുന്നേറ്റ് അയാളുടെ ദൈനംദിന കൃത്യങ്ങൾ ചെയ്യുന്നത് വരെ കവിതയായിരിക്കും. ഒരു പക്ഷേ നമ്മൾ നോക്കിയാൽ അയാളെ വളരെ സാഗൂതം വീക്ഷിച്ച് പിന്നാലെ നടന്നാൽ അയ്യോ ഇയാൾ എന്താ അങ്ങനെ ഇയാളുടെ ശരീരം കൊണ്ട് കവിത എഴുതുന്നത് എന്ന് നമുക്ക് തോന്നിപ്പോവും. അപ്പോൾ കവിത എന്തുമാവാം. ആഴ പരിസ്ഥിതി കവിത എന്ന് പറഞ്ഞാൽ ഒന്നുകൂടി അതിൻ്റെ ഇത് കൂടും, വിശാലമായിട്ട്. അല്ലെങ്കിൽ ഒരു മണൽത്തരി എന്തിലാണ് ആഴമുള്ളത് എന്ന് ചോദിച്ചാൽ എന്തിനാണ് ആഴമില്ലാത്തത് എന്നുള്ള ചോദ്യവും നമുക്ക് വേണമെങ്കിൽ ചോദിക്കേണ്ടി വരും. ഒരു മണൽത്തരി എടുത്താൽ പോലും അതിൽ ഒരു ആഴമുണ്ട്. ആഴമില്ല എന്ന് നമ്മൾ പറയുമ്പോഴും ആഴം ഉണ്ട്. അപ്പോൾ ഈ ആഴ പരിസ്ഥിതി കവിതകളെ കുറിച്ച് ഞാൻ പറയാൻ തുടങ്ങുന്നതിന് മുന്നോടിയായിട്ട് വിനോദകൃഷ്ണ മാഷൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട് ഗംഭീരമായിട്ട്. മറ്റുള്ളവരെയൊന്നും അറിയില്ലെങ്കിലും മാഷൊക്കെ ഗംഭീരമായിട്ട് കവിത ആലപിക്കുന്ന ആളാണ്. ഒരു ചെറിയ കവിത 4 വരി പാടുക, എന്നിട്ട് നിങ്ങളുടെ ഉറക്കം കെടുത്തിയിട്ട് സംസാരിക്കാമെന്ന് തോന്നുന്നു. കുമാരനാശാന്റെ കുട്ടിയും തള്ളയും എന്നുള്ള കവിതയാണ് ഞാനിവിടെ 4 വരി പാടാൻ പോകുന്നത്. അത് എന്തിനു തിരഞ്ഞെടുത്തു ചോദിച്ചാൽ അത് പിടിച്ചിട്ട് ഇങ്ങനെ കയറാം. ശൂന്യതയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അപ്പൊ ആ കവിതയിൽ പിടിച്ച് വിഷയത്തിലേക്ക് വരാമെന്ന് തോന്നുന്നു. കുട്ടിയും തള്ളയും എന്നുള്ള ഈ ഇത് പ്രത്യേകം പറയാൻ കാരണം ഞാൻ അധ്യാപകനാണ്. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് അധ്യാപകന്റെ ചില മാനറിസങ്ങൾ എന്നിൽ വരും. ഫിസിക്സ് അധ്യാപകനാണ്, അതുകൊണ്ട് ഫിസിക്സും ചിലപ്പോൾ പറയും, കെമിസ്ട്രിയും പറയും. ചുരുക്കത്തിൽ നിങ്ങളെ കുറച്ചു നേരത്തേക്ക് ഞാൻ 8 വട്ടം കറക്കും എന്ന ഒരു മുൻകൂർ ജാമ്യത്തോടു കൂടി. കുട്ടിയും തള്ളയും ആ പേരിൽ, ആ തള്ള എന്നുള്ള പേരിൽ എന്തോ ഒരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞിട്ട് പാഠപുസ്തക കമ്മിറ്റിയിൽ അത് കുട്ടിയും അമ്മയും എന്നാക്കി. അതിൻ്റെ ഒരു വിവാദം ഒരു പക്ഷേ നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അവിടം തൊട്ടിരുന്ന് വേണമെങ്കിൽ നമുക്ക് തുടങ്ങാം. ഭാഷയിൽ വന്നിട്ടുള്ള ഈ മിനുക്കലുകൾ, തള്ള എന്നുള്ള പദത്തിന് എന്തോ ഒരു തൊട്ടുകൂടായ്മ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണല്ലോ കുട്ടിയും അമ്മയും എന്നാക്കിയത്. പക്ഷെ കുട്ടിയും തള്ളയും എന്നുള്ളതിൽ ആ തള്ള എന്നുള്ള പദത്തിന്റെ ഒരു എന്താ പറയുക ഇന്റിമസി കുട്ടിയും അമ്മയിലും ഇല്ല. അത് വെറുതെ ഒന്ന് സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. ഈ വല്ലിയിൽ നിന്നു ചെമ്മേ പൂക്കൾ പോകുന്നിതാ പറന്നമ്മേ, തെറ്റി നിനക്കുണ്ണി ചൊല്ലാം നൽപൂമ്പാറ്റകളല്ലേ ഇതെല്ലാം. ഈ വല്ലിയിൽ നിന്നു ചെമ്മേ പൂക്കൾ പോകുന്നിതാ പറന്നമ്മേ, തെറ്റി നിനക്കുണ്ണി ചൊല്ലാം നൽപൂമ്പാറ്റകളല്ലേ ഇതെല്ലാം. മേൽക്കുമേലിങ്ങിവ പൊങ്ങി
വിണ്ണിൽ നോക്കമ്മേ എന്തൊരു ഭംഗി, അയ്യോ പോയി കൂടെ കളിപ്പാൻ, അമ്മേ വയ്യേ എനിക്കു പറപ്പാൻ. ആകാത്തതിങ്ങനെ എണ്ണി ചുമ്മാ മാഴ്കൊല്ല എന്നോമലുണ്ണി, പിച്ച നടന്നു കളിപ്പൂ നീ, ഈ പിച്ചകമുണ്ടോ നടപ്പൂ. അമ്മട്ടിലായതെന്തെന്നാൽ ഞാനൊരുമ്മ തരാം അമ്മ ചൊന്നാൽ, നാം ഇങ്ങറിയുവതൽപ്പം എല്ലാമോമനെ ദേവസങ്കൽപ്പം. നാം ഇങ്ങറിയുവതൽപ്പം എല്ലാം ഓമനെ ദേവസങ്കൽപ്പം. ഇനി ഈ കവിതയെ ഞാൻ എൻ്റെ കുനിഷ്ഠ ബുദ്ധിയിൽ ഒന്ന് കീറി മുറിച്ച് തരാം. ഏറ്റവും ആദ്യം 2 വരികളില് മലയാളം മാഷ് അവിടെ ഇരിക്കുന്നുണ്ട്, അയാൾ ക്ഷമിച്ചോട്ടെ, കാരണം ഞാൻ ഇതൊരു ഫിസിക്സുകാരനായിട്ടാണ് പറയണത്. ഏറ്റവും ആദ്യത്തെ വരിയിലെ കുട്ടി എന്ത് നല്ലൊരു ഭാവനയാണ് മുന്നോട്ട് വെച്ചത്. ഈ വല്ലിയിൽ നിന്ന് ചെമ്മേ പൂക്കൾ പോകുന്നിതാ പറന്നമ്മേ എന്ന് പറയുമ്പോൾ പൂക്കള് പറന്നു പോണു എന്നുള്ള ഒരു അതിഗംഭീരമായ ഒരു ഭാവന അവിടെ മുന്നോട്ട് വെച്ചു. കുട്ടിത്തത്തിന്റെ ഭാവന, അല്ലെങ്കിൽ കുട്ടി ചിന്തിക്കുന്ന പോലെ ചിന്തിക്കുന്ന എല്ലാവരും പറയുന്ന ഒരു ഭാവന മുന്നോട്ട് വെച്ചു. അപ്പൊ അമ്മ അതിനെ ഒരു എന്താ പറയാ, സയൻസ് അധ്യാപികയുടെയോ ഇതില് അങ്ങനെയല്ല, അത് പൂക്കളല്ല പൂമ്പാറ്റയാണ് എന്നിട്ട് അങ്ങോട്ട് അടിച്ച് ഉടച്ചങ്ങട് ചോട്ടിൽ അങ്ങോട്ട് ചിറകരിഞ്ഞ് ഇട്ട പോലെയുള്ള ഒരു ഇതാണ് ആദ്യത്തെ 2 വരിയിൽ ഇന്റർപ്രറ്റ് ചെയ്യാൻ എനിക്ക് തോന്നിയത്. പിന്നെ കുട്ടി എന്താ പറയാ, പ്രാക്ടിക്കലായിട്ട് കുട്ടിയുടെ ഭാവന ലോകത്ത് നിന്ന് ഇറങ്ങി വന്നിട്ട് പിന്നെ കുട്ടി ഇങ്ങനെ പറയാൻ തുടങ്ങി. അപ്പൊ അമ്മ കുറച്ച് ഭാവന അപ്പുറത്തേക്ക് മറുപടിയായിട്ട് കൊടുക്കാൻ തുടങ്ങി എന്നുള്ളതാണ് പിന്നീടുള്ള വരികളിൽ നമുക്ക് ഇന്റർപ്രറ്റ് ചെയ്യാൻ സാധിക്കുക. അതായത് ഇതുപോലെ എനിക്ക് പറക്കാനാവില്ലല്ലോ എന്ന് പറയുമ്പോൾ അമ്മ പറയാണ് പിച്ചകം, വിശദീകരിക്കേണ്ട കാര്യമൊന്നുമില്ല, ഞാനത് പറയണമെന്ന് മാത്രം. അതായത് പിച്ചകം നടക്കണില്ല, നീ ഓടിച്ചാടി നടക്കുന്നുണ്ട്, പിച്ചകത്തിന് നടക്കാൻ പറ്റില്ലല്ലോ, അപ്പൊ അങ്ങനെയൊക്കെ ചിന്തിക്കേ എന്ന് പറഞ്ഞ്, അതെന്താ അങ്ങനെ ആവാൻ കാരണം എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ ഒരു ദേവ സങ്കല്പമാണ്. അപ്പൊ അമ്മ സങ്കല്പത്തിലേക്ക് തന്നെ തിരിച്ചെത്തി. ആദ്യം ഭയങ്കരമായിട്ട് പ്രായോഗിക മതിയായിട്ട് കുട്ടിക്ക് മറുപടി പറഞ്ഞു കൊടുത്തുവെങ്കിലും അമ്മ സങ്കല്പത്തിലേക്ക് തന്നെ തിരിച്ച് എത്തി. അപ്പോ എനിക്ക് തോന്നുന്നു കവിതയെ പറ്റി പറയുമ്പോ, ജീവിതത്തിനെ പറ്റി പറയുമ്പോ ഒക്കെ ഈ ആഴപരിസ്ഥിതി കടന്ന് വരും. അല്ലെങ്കിൽ ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏതിലാണ് ആഴം ഇല്ലാത്തത് എന്നുള്ളൊരു ചോദ്യം വരും. ഞാൻ സൂചിപ്പിച്ചു ജീവിതം തന്നെ കവിതയാക്കുന്ന പലരെ കുറിച്ചും. പലപ്പോഴും ക്ലാസ്സുകളിൽ ഫിസിക്സ് ഇതേപോലെ ഒരു ഉച്ചനേരങ്ങളിലൊക്കെ കുട്ടികളോട് സംസാരിക്കാൻ ഇരിക്കുമ്പോൾ ഫിസിക്സ് എനിക്ക് വലിയൊരു വെല്ലുവിളിയാണ്. ശാസ്ത്രം കുട്ടികളോട് ഉച്ചസമയത്ത് എന്നല്ല ഏത് സമയത്ത് പറയുമ്പോഴും ശാസ്ത്രം പറഞ്ഞ് മടുപ്പിക്കുക എന്നൊരു സംഗതി ഉണ്ടല്ലോ, അതിനെ മറികടക്കാൻ ഞാൻ പലപ്പോഴും കവിതയെ കൂട്ടുപിടിക്കാറുണ്ട്, അല്ലെങ്കിൽ ആഴപരിസ്ഥിതി ചിന്തകളെയും കൂട്ടുപിടിക്കാറുണ്ട്. നേരത്തെ എന്നെ പരിചയപ്പെടുത്തുന്ന സമയത്ത് ഞാൻ പറഞ്ഞു ഒരു റെസണൻസ്, ഫിസിക്സിൽ റെസണൻസ് ഒക്കെ പഠിപ്പിക്കാനുള്ളപ്പോൾ ഞാൻ ആ റെസണൻസിനെ കൂട്ടുപിടിക്കുന്നത് സൗഹൃദം എന്നുള്ളൊരു സംഗതി വെച്ചിട്ടാണ്. അതായത് നമുക്ക് എല്ലാവരോടും സൗഹൃദപ്പെടാനാവില്ല, കഴിയില്ല അല്ലെ. ചിലവരെ കാണുമ്പോൾ നമ്മൾ എന്തുകൊണ്ടോ സൗഹൃദപ്പെട്ടു പോകും, ചിലരെ കാണുമ്പോൾ തന്നെ നമ്മൾ അകന്ന് മാറി നിൽക്കുകയും ചെയ്യും. അതിൽ ഒരു റെസണൻസ് ഉണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മുടെ എന്താ പറയുക, വേവ് ലെങ്ത് എന്ന് പറയുക, 2 ഒരേ തരംഗദൈർഘ്യമുള്ള 2 തരംഗങ്ങൾ ഒന്നിച്ചു കൂടുമ്പോൾ അത് വലിയ ആയതിയിൽ ആവുന്നു എന്നുള്ളതാണ് അനുനാദം, റെസണൻസ് എന്ന് പറയുന്നത്. അതേ സംഗതി സൗഹൃദത്തിലുണ്ട്. അപ്പൊ ഞാൻ അത് ഉദാഹരിച്ചുകൊണ്ട് കുട്ടികളോട് അങ്ങനെ പറയാറുണ്ട്. എന്താ അതന്നെ അത് കാണിക്കാൻ വേണ്ടി ട്യൂണിങ് ഫോർക്ക് എടുക്കണമെന്നേ ഉള്ളൂ. അപ്പോ
സത്യം പറഞ്ഞാൽ ഞാനൊരു പ്രിപ്പയർഡ് ആയിട്ട് അല്ല നിൽക്കുന്നത് കേട്ടോ. തോന്നി, അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ഒരു മുൻകൂർ ജാമ്യം എടുത്തത്. കുറെ ചോദ്യങ്ങൾ ഞാൻ ഈ സന്തോഷ ഒളിമ്പസിലേക്ക് വരാൻ തന്നെ കാരണം എൻ്റെ ഇങ്ങനെയുള്ള കുറെ സംശയങ്ങൾക്ക് മറുപടി കിട്ടിയോ എന്നുള്ളതിനേക്കാൾ കൂടുതൽ ആ സംശയം ഒരു കനമുള്ള ഒരു സംശയമാണ് എന്ന രീതിയിൽ ചെവി എനിക്ക് കിട്ടി. അതുകൊണ്ടാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഒളിമ്പസിലേക്ക് ചേർന്ന് നിൽക്കുന്നത്. കാരണം ഒന്ന് പറഞ്ഞ് രണ്ടാമത്തെ ഇവൻ എന്തൊക്കെയോ നേരത്തെ ചേച്ചി പറഞ്ഞതുപോലെ ഈ എന്തൊക്കെയോ മനുഷ്യന്മാർ പറയാത്തതാണല്ലോ പറഞ്ഞ് പോകുന്നവരാണ് കൂടുതലും ഉള്ളത്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മളിങ്ങനെ ഒരു ചിന്ത പറയുമ്പോൾ ആ ചിന്തയോടൊപ്പം നടക്കാൻ ചില ആൾക്കാരുണ്ടാവുക പറയുമ്പോൾ അവിടെ ഒരു റെസണൻസ് ഫീൽ ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് ഞാൻ ഈ ഒളിമ്പസിന്റെ സഹയാത്രികനാവാൻ തുടങ്ങിയത്. അല്ലെങ്കിൽ നമ്മളൊക്കെ അകന്നു പോവും. അപ്പൊ ഞാൻ എൻ്റെ ചോദ്യങ്ങളൊക്കെ ഇങ്ങനെ തുടങ്ങുകയാണ്. എനിക്കറിയില്ല എത്ര ആഴത്തിൽ ഉള്ളവരാണ് എൻ്റെ മുമ്പിലിരിക്കുന്നത്. എല്ലാവരും ആഴമുള്ളവരാണ്, എല്ലാ പദാർത്ഥങ്ങളും ആഴമുള്ളതാണ് എന്നുള്ളത് വെച്ചിട്ട് തന്നെ ഞാൻ പറയട്ടെ. എൻ്റെ ആദ്യത്തെ ചോദ്യം, ഞാൻ പല വേദികളിലും പോയിട്ട് ചോദിച്ച് എന്താ പറയാ, ഒരു തീവ്രവാദിയായി മാറിയ ഒരു സംഗതി തന്നെ പറയാം. ഫിസിക്സിന്റെ SRG മീറ്റിങ്ങിൽ പോയിട്ട് ഇങ്ങനെ പ്രകൃതിയെ പറ്റിയിട്ട് സംസാരിക്കേണ്ട ഒരു ഇത് വന്നു. പ്രകൃതി സൗഹൃദം എന്നുള്ള ഒരു ടോപ്പിക്കാണ് എനിക്ക് കിട്ടിയത്. അപ്പൊ ഞാൻ അങ്ങോട്ട് തുടങ്ങി, പ്രകൃതിയെ നമ്മൾ സംരക്ഷിക്കേണ്ടതില്ല. അങ്ങനെ ഭൂകമ്പം പോലെ, ഒരു ബോംബിട്ട പോലെ ആകെ തർക്കവിതർക്കങ്ങളൊക്കെ ആവാൻ തുടങ്ങുമ്പോഴേക്കും മോഡറേറ്റർ ഇടപെട്ടിട്ട് പറഞ്ഞു, 1 മിനിറ്റ് നിങ്ങൾ ഫിസിക്സിനെ പറ്റി പറയൂ, ഈ വിഷയം വിട്ടു പോണ്ടെന്ന് പറഞ്ഞു. അപ്പോ പല വേദിയിലും ഉള്ളത് അതേ ചോദ്യം ഞാൻ ഇവിടെയും ചോദിക്കുകയല്ല, മുന്നോട്ട് ഇങ്ങനെ വെക്കുകയാണ്. പ്രകൃതിയെ നമ്മൾ സംരക്ഷിക്കേണ്ടതുണ്ടോ? പ്രകൃതിയെ സംരക്ഷിക്കാൻ നമ്മൾ ആരാണ്? സംരക്ഷിക്കേണ്ടതില്ലല്ലോ. അപ്പൊ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ, ഇവിടെ ഇരിക്കുന്നവരെ കുറിച്ച് എനിക്ക് ബോധ്യമില്ല എന്ന് പറയാൻ കാരണം, ഈ ചോദ്യമൊക്കെ ഉത്തരം കിട്ടിക്കഴിഞ്ഞവരാണെങ്കിൽ കുഴപ്പമില്ല, ഇനി ഉത്തരം കിട്ടാത്തവരാണെങ്കിൽ അത് ഓപ്പൺ സെഷനിൽ ചോദിച്ചോളൂ. നമ്മള് പ്രകൃതിയെ സംരക്ഷിക്കുക പറയുമ്പോൾ നമ്മൾ പ്രകൃതിയുടെ ഉടയോനാണ് എന്നുള്ളൊരു സംഗതി വരുന്നില്ലേ? അത് ഉണ്ടാണല്ലോ. അതായത് പ്രകൃതി വേറെന്തോ ആളാണ്, ആ പ്രകൃതിയെ സംരക്ഷിക്കുക പറയുമ്പോൾ പ്രകൃതിയുടെ ഉടമ ആണ് നമ്മൾ. ഹ്യൂമൻ സെൻട്രിക് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് അത്. പക്ഷെ ആ ചോദ്യത്തിൽ നിന്നും ഇപ്പോഴും വിദ്യാഭ്യാസമോ വിവേകമോ ഉള്ള ഒരുപാട് പേര് ആ ചോദ്യത്തിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് സങ്കടകരമായ ഒരു വസ്തുത. അവരിപ്പോഴും വിചാരിക്കുന്നത് പ്രകൃതിയെ നമ്മളാണ് സംരക്ഷിക്കേണ്ടത്, നമ്മളല്ലെങ്കിൽ പിന്നെ ആര് പ്രകൃതിയെ സംരക്ഷിക്കും എന്നുള്ള ചോദ്യമുള്ള ആൾക്കാരാണ് ഇപ്പോഴും ഉള്ളത്. ഇനി മറ്റൊരു കാര്യം കൂടി പറയാം. നമ്മള് ഇപ്പോ വിനോദേഷ് മാഷ് ഇങ്ങനെ മറ്റേ പ്രപഞ്ചത്തിൽ നിന്ന് തുടങ്ങി ഇങ്ങനെ ചുരുങ്ങി ഭൂമിയിലേക്ക് വന്നു. അതേ സംഗതിയാണ് ഞാൻ ഇപ്പോഴും പറയാൻ ആഗ്രഹിക്കുന്നത്. ഞാനൊരു ഫേസ്ബുക്ക് പേജില് വിശ്വപ്രഭ എന്ന് പറഞ്ഞിട്ടൊരു ആളുണ്ട്, ചിലപ്പോൾ ചിലവർക്ക് പരിചയം ഉണ്ടാവുമായിരിക്കും. വിശ്വപ്രഭയുടെ പുള്ളി സീനിയറാണ് കേട്ടോ. വിശ്വപ്രഭയുടെ ഒരു സ്റ്റാറ്റസ് കണ്ട് ഞാൻ ആകെ അന്തം വിട്ടു. നമുക്കറിയണ കാര്യമാണെങ്കിലും നമ്മളത് ചിന്തിക്കാത്തൊരു കാര്യമായിരുന്നു. കാരണം 6000 കിലോമീറ്റർ വ്യാസമുള്ള ഒരു പന്ത് ആയിട്ട് ഭൂമിയെ സങ്കല്പിക്കുകയാണെങ്കിൽ 6000 കിലോമീറ്റർ വലിപ്പമുള്ള ഒരു പന്തിന്റെ അതില് ഏകദേശം ഏറിക്കഴിഞ്ഞാൽ ഒരു 6 കിലോമീറ്റർ മാത്രമേ അതിനെന്തുള്ളൂ, ഒരു ആവരണമുള്ളൂ, അന്തരീക്ഷമുള്ളൂ. ആ 6 കിലോമീറ്ററിന്റെ അകത്തുള്ള അന്തരീക്ഷത്തിലാണ് നമ്മളെല്ലാവരും ജനിച്ച് ജീവിച്ച് മരിച്ചു പോകുന്നത്. അപ്പോൾ വെളിയിൽ നിന്ന് നോക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഒരു വലിയ പന്ത് ഒന്ന് ചെറുതായി നനഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നനവില്ലേ, ആ നനവിന് എത്ര വലുപ്പമുണ്ട്, കട്ടിയുണ്ട്. ആ കട്ടിയേ ഉള്ളൂ നമ്മുടെ അന്തരീക്ഷത്തിന്. ആ അന്തരീക്ഷത്തിന്റെ വെളിയിലേക്ക് നമ്മളാരും പോണില്ല. നമ്മൾ അതിനകത്താണ് ജനിക്കുന്നത്, നമ്മൾ അതിനകത്താണ് ജീവിക്കുന്നത്, നമ്മൾ അതിനകത്താണ് മരിക്കുന്നത്. എത്ര നിസ്സാരമാണ് നമ്മളല്ലേ. ആ നിസ്സാരമായ ഒരു സ്പേസിനകത്ത് നിന്നിട്ടാണ് നമ്മൾ മസിൽ പിടിച്ചിട്ട് പ്രകൃതിയെ സംരക്ഷിക്കുന്ന ആൾക്കാരാണ് നമ്മൾ എന്ന് പറയുന്നത്. അതിൽ തന്നെ ഉള്ള ആ ലോജിക് ഇല്ലായ്മ ഒന്ന് ആലോചിച്ചാൽ അറിയാവുന്നതേ ഉള്ളൂ. അങ്ങനെ ഉള്ള ഈ ഒരു ചെറിയ സ്പാൻ ഓഫ് ലൈഫില് ഫിസിക്സ് ക്ലാസ്സുകളിൽ ഞാൻ എപ്പോഴും പറയും, അതായത് നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിന്റെ ഒരു വലിയ നാടയാണെങ്കിൽ ആ നാടയുടെ
നടുവിലുള്ള ഒരു ചെറിയ ഒരു ഭാഗം മാത്രമാണ് വിസിബിൾ റീജിയൻ എന്ന് പറയുന്നത്, വിസിബിൾ ലൈറ്റിന്റെ റീജിയൻ ഉള്ളത്. ആ ചെറിയൊരു സ്പേസിലുള്ള ആ വിസിബിൾ ലൈറ്റ് അനുവദിക്കുന്ന കാഴ്ചകളെ നമ്മൾ കാണുന്നുള്ളൂ. അതിന്റെ അപ്പുറത്തോ ഇപ്പുറത്തോ ഇൻഫ്രാറെഡ് റേസോ അൾട്രാവയലറ്റ് റേസോ റേഡിയോ വേവ്സോ ഗാമ റേസോ അങ്ങനെയുള്ള ഒരുപാട് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് കാണിച്ചു തരുന്ന ലോകം നമ്മൾ കാണുന്നില്ല. നമ്മൾ ആ ചെറിയ വിസിബിൾ ലൈറ്റ് വയലറ്റ് തൊട്ട് റെഡ് വരെയുള്ള അത് മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. ആ കാഴ്ച കണ്ടിട്ടാണ് നമ്മൾ വാദിക്കുന്നത്, ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്, ഇതിൽ പരം എന്ത് തെളിവ് വേണമെന്ന് നമ്മൾ പറയുന്നത് ഈ ചെറിയൊരു സംഗതി വെച്ചിട്ടാണ്. അതേപോലെ തന്നെയാണ് 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെയുള്ള ഒരു റേഞ്ചിനകത്തുള്ള ശബ്ദങ്ങളെ നമ്മൾ കേൾക്കുന്നുള്ളൂ. അതിൻ്റെ അപ്പുറവും ഇപ്പുറവുമുള്ള അനന്തമായ ശബ്ദങ്ങൾ നമ്മൾ കേൾക്കുകയോ അറിയുകയോ സംഭവിക്കുന്നുണ്ടെന്ന് പോലും അറിയാത്ത അത്രയും ചെറിയൊരു റേഞ്ചിലുള്ള ശബ്ദമേ നമ്മൾ കേൾക്കുന്നുള്ളൂ. ഇനി ചെറിയ ഒരു റേഞ്ചിലുള്ള ടെമ്പറേച്ചർ റേഞ്ചിന്റെ അകത്തെ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. അതിന്റെ അപ്പുറവും ഇപ്പുറവും മാറിക്കഴിഞ്ഞാൽ നമ്മളുടെ എന്താ പറയുക കോൺഫിഗറേഷൻ തന്നെ മാറിപ്പോവും, നമ്മുടെ ജീവൻ തന്നെ ഇല്ലാതാവും. അപ്പോൾ പ്രഷർ അതുപോലെ അങ്ങനെ പ്രഷർ, ടെമ്പറേച്ചർ, ലൈറ്റ്, സൗണ്ട് ഇങ്ങനെ എല്ലാം ഉള്ള ഒരു ചെറിയ ഒരു റേഞ്ചിനകത്ത് ഇരുന്നു കൊണ്ട് നമ്മൾ പറയുകയാണ് നമ്മളാണ് ഈ പ്രകൃതിയെ സംരക്ഷിക്കാൻ പോകുന്നത് എന്ന് പറയുമ്പോൾ അത് എന്താ പറയുക അതിൻ്റെ ഒരു ശരിക്കും ഒരു ജോക്കറാണ് ഇന്നുള്ള മനുഷ്യന്മാരെല്ലാവരും നമുക്ക് പറയേണ്ടി വരും അല്ലേ. ഇങ്ങനെയുള്ള കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെയുള്ള ആഴപരിസ്ഥിതി കവിതയിൽ എന്താണ് ഇതൊക്കെ വെച്ചാൽ ഇങ്ങനെയുള്ള ചിന്തകളും എനിക്ക് തോന്നുന്നു കവിതയാണ്. കാരണം ഇങ്ങനെയൊക്കെ വഴിവിട്ട് ചിന്തിക്കുന്നത് എന്തും നമ്മൾ കവിതയിൽ ഉൾപ്പെടുത്താം. തീർച്ചയായിട്ടും ആഴപരിസ്ഥിതി കവിത തന്നെ. പിന്നെ പൊന്നി സംസാരത്തിൽ ഇങ്ങനെ പറഞ്ഞു, ഭൂമിയുടെ അകത്താണ് നമ്മൾ ജീവിക്കണമെന്ന് പറഞ്ഞു. ഒരു റോ ആയിട്ടുള്ള ഡ്രൈ ആയിട്ട് ചിന്തിക്കുന്ന ഒരു സയന്റിസ്റ്റിന്റെ മനസ്സോടുകൂടി ചിന്തിച്ചാൽ ചിരി വരും. കാരണം ഭൂമിയുടെ വെളിയിലല്ലേ നമ്മൾ, ഉള്ളിലല്ലല്ലോ. ഫിസിക്സിലേക്ക് തന്നെ വന്നാൽ സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് എന്നുള്ള ഇതൊക്കെ വെച്ച് നോക്കിയിട്ട് പറയുമ്പോൾ ഭൂമിയുടെ സർഫസ് എന്നുള്ളതാണ് ഭൂമിയുടെ അവസാനം എന്ന് ധരിക്കുന്നതിലാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്. കാരണം അതിന്റെ മുകളിലേക്ക് ഇങ്ങനെ ലെയറുകളായിട്ട് ഉള്ള ഞാൻ നേരത്തെ പറഞ്ഞ 6 കിലോമീറ്ററിന്റെ ആ ഒരു ആവരണം കൂടി ചേർന്നതാണ് ഭൂമിയെങ്കിൽ അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ അതിനകത്താണ്. ഇനി അതല്ല 6 കിലോമീറ്റർ കഴിഞ്ഞിട്ടും ഭൂമിയുണ്ട് അല്ലെങ്കിൽ പ്രകൃതി ഉണ്ട് എന്ന് ആലോചിച്ചാൽ ആ പ്രകൃതിക്ക് അകത്ത് തന്നെയാണ് നമ്മൾ. ഇതിന്റെ അതിർവരമ്പുകൾ ആരാണ് വരച്ചിടുന്നത്? ഞാനൊരു വസ്തുവിനെ ഇങ്ങനെ തൊടുമ്പോ ഇതാണ് ആ വസ്തു എന്ന് പറയുന്ന ഈ മേശയെ ഞാൻ തൊടുമ്പോ അത് സോളിഡ് ആയിട്ടുള്ളൊരു വസ്തു. എൻ്റെ കൈ വിരലുകൾ അവിടെ യാത്ര അവിടെ അവസാനിക്കുന്നത് കൊണ്ട് അതാണ് ഈ വസ്തുവിന്റെ അതിർത്തി എന്ന് പറയുന്നതിൽ ഒരു ലോജിക്ക് ഇല്ലായ്മയുണ്ട്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഈ വസ്തു ഈ കാണുന്ന സോളിഡ് ആയിട്ടുള്ള ഒരു സംഗതി മാത്രമാണ് എന്ന് ചിന്തിക്കുന്നിടത്താണ് നമ്മുടെ പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. അല്ലെങ്കിൽ എല്ലാ വസ്തുക്കളും ഒരു നൈരന്തര്യമാണ് എന്ന് ചിന്തിക്കാൻ എത്തുന്നിടത്തെ എന്ത് സംഭവിക്കുള്ളൂ? ഈ ആഴപരിസ്ഥിതി ചിന്തകൾ സംഭവിക്കുള്ളൂ. ഞാൻ മറ്റൊരു കവിതയുടെ വരി കൂടി പറയാം. KG ശങ്കരപ്പിള്ളയുടെ ഒരു അഭിമുഖം എന്നുള്ളൊരു കവിതയുണ്ട്. അതിലെ കൃത്യം വരികളല്ല ഞാൻ പറയണത്, അഭിമുഖം പോലെയുള്ള ഒരു വരി. നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ആരെയാണ്? എന്നെ തന്നെ. അത് കഴിഞ്ഞാലോ? അത് കഴിയുന്നില്ലല്ലോ. അത്രയേ ഉള്ളൂ KG ശങ്കരപ്പിള്ളയുടെ കവിത. അതേതിന്റെ തന്നെ അത് നമ്മൾ കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമില്ല എന്ന് തോന്നുന്നു. കാരണം അത് കഴിയുന്നില്ലല്ലോ പറയുമ്പോൾ ഞാൻ തന്നെയാണ് വലുത് എന്നുള്ള ഒരു സംഗതിയിൽ അവനവനിസത്തിൽ ഉള്ള ഒരു സംഗതിയാണ്. എന്നാൽ ഇതേ സംഗതിന്റെ ഒരു വലിയൊരു എക്സ്റ്റൻഷൻ ആയിട്ട് രമണ മഹർഷി ഒരു ഇന്റർവ്യൂവിൽ ഒരു ജേർണലിസ്റ്റ് ചോദിച്ചു, അപരനോട് ഞാൻ എങ്ങനെയാണ് പെരുമാറേണ്ടത്? രമണ മഹർഷിയുടെ മറുപടി, അപരനോ? അതാരാണ്? ഈ ആദ്യത്തെ ചോദ്യത്തിൽ നിന്ന് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് ഉള്ള സഞ്ചാരം നിങ്ങൾ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ടും
ഒളിമ്പസിന്റെ പാതയിലാണ് എന്ന് പറയാം. ഞാൻ എന്നുള്ളതൊരു ഒറ്റപ്പെട്ട ഒരു തുരുത്താണ് എന്നുള്ള ചിന്തയിൽ നിന്നാണ് എല്ലാ പ്രശ്നങ്ങളും തുടങ്ങുന്നത്. ഞാനൊരു തുരുത്തല്ല, ഞാൻ ഈ പ്രപഞ്ച ബോധം, പരന്നു കിടക്കുന്ന പ്രപഞ്ച ബോധം, ആ പ്രപഞ്ച ബോധം മൊത്തത്തിലുള്ള പ്രപഞ്ച ബോധത്തിന്റെ ഒരു ഔട്ട്ലെറ്റ് ആണ് എന്ന് ചിന്തിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാനത് ഗഗനെ എന്നുള്ള അതിലൊക്കെ എഴുതിയിട്ടുണ്ട്, പക്ഷെ അതൊന്നും അങ്ങനെ വായിക്കപ്പെട്ടില്ല, അല്ലെങ്കിൽ അതൊക്കെ എൻ്റെ പരാജയമായിരിക്കും, കാരണം ആവിഷ്കാരത്തിന്റെ പ്രശ്നങ്ങളായിരിക്കും. പക്ഷെ അതിലിങ്ങനെ പറയാൻ അത് ഒളിമ്പസുമായിട്ട് ഒത്തുചേർന്ന് പോകുന്നതാണെന്ന് തോന്നുന്നു. അതൊക്കെ വിശദീകരിച്ചോ പിന്നീട്? സന്തോഷം. അപ്പോ മൊത്തമുള്ള ഒരു പ്രപഞ്ച ബോധത്തിന്റെ വെളിപ്പെടലുകളിൽ ഒരു വെളിപ്പെടലാണ് ഞാൻ, അത്രയേ ഉള്ളൂ. അപ്പോഴും ഇനി വേറൊരു വെളിപ്പെടൽ മറ്റൊരു വ്യക്തിയാണ്. പക്ഷെ ആ വ്യക്തികൾ തമ്മിൽ ഒരേ പ്രപഞ്ചബോധത്തിന്റെ തന്നെ ഏതൊക്കെയോ വെളിപ്പെടലുകളാണ്. ആ വെളിപ്പെടലുകളിൽ അടവുകളും ഉണ്ട് കേട്ടോ. അടഞ്ഞു പോകലുകളോ തുറവികളോ അടവികളോ ഒക്കെ ഉണ്ടാവും. എങ്കിലും അങ്ങനെ എല്ലാ ഔട്ട്ലെറ്റുകളും ഒരേപോലെ വെളിപ്പെടുന്ന ഒരു കാലം ആണ് നമ്മുടെ എന്താ പറയുക മനോഹരമായ കൽപ്പന എന്ന് വിചാരിക്കുന്നു. അപ്പൊ ആഴപരിസ്ഥിതി കവിതകൾ ഒന്ന് രണ്ട് സംഗതികൾ ഞാൻ വായിക്കാം. ഭൂമി ഒരു ജീവിയാണ് എന്ന ഒരു സമാഹാരം ആഴപരിസ്ഥിതി കവിതകൾ എന്നുള്ള ടൈറ്റിലോടുകൂടി ഇറക്കിയതാണ്. മലയാളത്തിൽ അങ്ങനെ ആരും ഇറക്കിയിട്ടില്ല എന്ന് തോന്നുന്നു, ഉണ്ടാവുമായിരിക്കും, എൻ്റെ അറിവിലില്ല. അതിലൊരു കവിത ഞാൻ വായിക്കാം. പ്രകൃതി ഒരു കുട്ടിയെ കാണുന്നു. പ്രകൃതി ഒരു കുട്ടിയെ കാണുന്നു. കുന്നിൻ മുകളിൽ ഒരു കുട്ടി പ്രത്യക്ഷപ്പെട്ടപ്പോൾ പ്രകൃതിക്ക് സന്തോഷം തോന്നി. അയ്യയ്യോ, ഒരു കൊച്ചു എന്ന് പ്രകൃതി വികാരം കൊണ്ടു. താഴ്വരയിലെ പലതര പച്ചകളിലേക്കും ആകാശത്തിന്റെ പല നീലമുഖത്തേക്കും കുട്ടി അവന്റെ ഇളനീർ നോട്ടം ഒഴുക്കിവിട്ടു. പ്രകൃതിക്ക് അന്നേരം തണുപ്പു തോന്നി. അയ്യയ്യോ, എന്തൊരു മാർദ്ദവം എന്ന് കാറ്റ് അതിന്റെ തൂവൽ കൈകൾ കൊണ്ട് അവന്റെ കവിളിൽ തൊട്ടു. മരങ്ങളെ, നിങ്ങൾ ഇവന്റെ പൂടൽ ചന്തം കണ്ട് പൂക്കാത്തതെന്തേ എന്ന് ചില്ലകളെ പിടിച്ച് കുലുക്കി ഉണർത്തി. കാറ്റിലുലയുന്ന മരങ്ങളെ കണ്ട് കുട്ടിയുടെ മനസ്സും എഴുന്നു നിന്നു. പാറമുനമ്പും കടന്ന് കുട്ടി നടന്നപ്പോൾ കുന്ന് അരികെ പറ്റിക്കിടക്കുന്ന ഗർത്തത്തിനോട് ഗുരുത്വാകർഷണത്തിന്റെ വാൾ ഉറയൂരേണ്ടതില്ലെന്ന് ധൃതിയിൽ പറഞ്ഞു. അല്ലെങ്കിലും ഗർത്തവും അത് നേരത്തെ ഓർത്തുവെച്ചിരുന്നു. അയ്യോ, മരത്തലപ്പുകൾക്ക് എന്തൊരു വികൃതിയെന്ന് കാറ്റിലൂടെ നടന്നുകൊണ്ട് കുട്ടി വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. ആകാശനീലയുടെ തൂവലുകൾ വീശി കുട്ടിക്കൊപ്പം പറന്ന് ഒരു കിളി അതിന്റെ സന്തോഷം പാടി. ചുറ്റിനും വെയിൽ അതിന്റെ മഞ്ഞച്ച ജലം ഓളമില്ലാതെ നിറച്ചു വെച്ചിരുന്നു. കുട്ടി വെയിലിന്റെ തടാകത്തിലൂടെ നീന്തുന്ന ഒരു അരയന്നം പോലെ തോന്നിച്ചു. ഇപ്പോൾ അതൊരു ഉച്ചനേരമായതിനാൽ മറ്റെല്ലാ മനുഷ്യരും മയക്കത്തിലായിരുന്നതിനാൽ കുട്ടിയും പ്രകൃതിയും കുറേ നേരം സന്തോഷിച്ചു. മറ്റെല്ലാ മനുഷ്യരും മയക്കത്തിലായിരുന്നതിനാൽ കുട്ടിയും പ്രകൃതിയും കുറേ നേരം സന്തോഷിച്ചു. വെയിലിന്റെ തടാകവും കാറ്റിന്റെ ചേലയും മരങ്ങളുടെ വെഞ്ചാമരങ്ങളും അതിന് അകമ്പടി നിന്നു. വെയില് താണപ്പോൾ ആകാശം നടന്നു തീർത്ത് കുട്ടി കുന്നിലേക്ക് മടങ്ങിയെത്തി. കാറ്റവനെ ഒക്കത്ത് ചേർത്തു പിടിച്ച് തിരികെ കൊണ്ടിറക്കി. കുന്ന് വൈകുന്നേരത്തിന്റെ പോക്കുവെയിൽ വിയർപ്പിൽ തണുത്തു നിന്നു. കാണാതായ കുട്ടിയെ തിരഞ്ഞെത്തിയ അമ്മ, അയ്യോ ഓമനെ, നീയിപ്പോ ആ കുന്നിൻ പുറത്തു നിന്ന് നാശം പിടിച്ച ആഴത്തിലേക്ക് വീണേനേ അല്ലോ എന്ന് നിലവിളിച്ചും കൊണ്ട് കുട്ടിയെ വാരിയെടുത്തു. എന്നിട്ട് കാറ്റിനെയും കുന്നിനെയും ആഴത്തിനെയും മരത്തലപ്പുകളെയും ഭീതിയോടെ നോക്കി. ഞാനിപ്പോ വന്നില്ലായിരുന്നെങ്കിൽ നിങ്ങളൊക്കെ കൂടി ഇവനെ കൊന്നേനെയല്ലോ എന്ന മട്ടിൽ. സങ്കടം കൊണ്ട് ആദ്യം കറുത്തത് ആഴമായിരുന്നു, പിന്നെ കാറ്റ്, പിന്നെ കുന്ന്, പിന്നെ മരങ്ങൾ. തിരിച്ചു കിട്ടിയ കുട്ടിയെ
ഇറുകെ ഇറുകെ ഉമ്മ വെച്ചും കൊണ്ട് അമ്മ തിരികെ നടന്നു. കുട്ടി അവന്റെ ഇളനീർ കണ്ണുകൾ മുഴുക്കെ തുറന്ന് അപ്പോഴും പ്രകൃതിയെ കണ്ടുകൊണ്ടേയിരുന്നു. ഞാൻ തുടരട്ടെ, അടുത്ത കവിത വായിക്കട്ടെ. അതെ, ബോറടിച്ചാൽ ഉടൻ അറിയിക്കുക, വിവരം അറിയിക്കുക. കുയിൽ പാട്ട്. മനഃശാന്തി തേടി അലയുകയായിരുന്നു നിങ്ങൾ. മനഃശാന്തി തേടി അലയുകയായിരുന്നു നിങ്ങൾ വെയിലത്ത്. എവിടെയും അതിനെ കണ്ടുകിട്ടാത്തതിന്റെ വ്യസനത്തിൽ ഒരു ആൽമരച്ചുവട്ടിൽ തളർന്ന് മയങ്ങുകയായിരുന്നു. അപ്പോഴാണ് ഒരു കുയിലിന്റെ ചുണ്ടിലൂടെ ഒരു കൂവലിന്റെ തുണി നിങ്ങളുടെ മേലേക്ക് ഊർന്നു വീണത്. പാട്ടിന്റെ ചേല. നിങ്ങൾ അതിലേക്ക് പിടിച്ചു കയറാൻ തുടങ്ങുന്നു. കുയിൽ അതിന്റെ കൊക്കിൽ കൊരുത്തിട്ട കഷ്ണവുമായി പറന്നു തുടങ്ങുന്നു. അതിന്റെ തുഞ്ചത്ത് തൂങ്ങി നിങ്ങളും. അപ്പോൾ മാത്രം നിങ്ങൾ അറിയുന്നു അതൊരു ചേലയല്ലെന്ന്, അതൊരു ആദിമധ്യാന്തമില്ലാത്ത പുഴയെന്ന്. സംഗീതത്തിന്റെ ഒരു കഷ്ണം നിങ്ങളുടെ മേലേക്ക് കടിച്ചു കുടഞ്ഞിട്ട കുയിലിനെ അന്നേരം നിങ്ങൾ നന്ദിയോടെ നോക്കുന്നു. പറന്നു പറന്നു മുകളിലെത്തിയ നിങ്ങൾക്ക് താഴെ ഒരു കളർ പന്ത് പോലെ ഭൂമി, മലയതിരുകളും പുഴയരഞ്ഞാണങ്ങളും കടലാടയും മാത്രമുള്ളത്, മുള്ളുവേലികളില്ലാത്തത്. സൈനിക താവളങ്ങളും യുദ്ധഭൂമികളും അഭയാർത്ഥി അലച്ചിലുകളും നിറഞ്ഞ പഴയ ഭൂമിയെ നിങ്ങളപ്പോൾ ഒരു മ്യൂസിയം കണക്കെ നോക്കിക്കാണുന്നു. രാജ്യാതിർത്തികളെല്ലാം അഴിഞ്ഞലിഞ്ഞു ചേർന്ന പുതിയ ഭൂമിയെ നിങ്ങളൊരു വർണ്ണപ്പന്താക്കി മാറോട് ചേർത്ത് പിടിക്കുന്നു. ഒരിക്കലും നിലയ്ക്കാതെ താഴേക്ക് ഊർന്നൂർന്നു പോകുന്ന ചേലത്തുമ്പിൽ തൂങ്ങി കുയിലൊരു കുയിലല്ല, പ്രപഞ്ച സംഗീതത്തിന്റെ കിളിവാതിലെന്ന് നിങ്ങൾ സ്വയം രോമാഞ്ചപ്പെടുന്നു. പാട്ട് മാത്രമേയുള്ളൂ, കേൾവിക്കാരാരുമേ ഇല്ലെന്ന് സ്വയം ഒരു പാട്ടായി ഒടുവിൽ നിങ്ങൾ ജ്ഞാനസ്നാനപ്പെടുന്നു. ഒരു കവിത കൂടി വായിച്ചിട്ട് നിർത്താം. ഒരു നാൾ ഒരു വെറും മരമാകും നിങ്ങൾ. ഇതൊക്കെ എനിക്ക് ഒളിമ്പസിന്റെ സഹയാത്രി എൻ്റെ ഉള്ളിലുള്ളതാണ് കേട്ടോ. ഉള്ളിലുള്ളതാണെങ്കിൽ ഇതൊക്കെ അടുക്കിപ്പെറുക്കി വെച്ച് ഇങ്ങനെയുള്ള ഒരു കവിതകളിലേക്ക് എത്തിയത് തീർച്ചയായും ഒളിമ്പസ് സഹയാത്ര കൊണ്ട് മാത്രമാണ്. ഒരു നാൾ ഒരു വെറും മരമാകും നിങ്ങൾ. ഒരു നാൾ ഒരു കിളി വന്ന് നിങ്ങളെ ഒരു മരമാക്കി എന്നിരിക്കട്ടെ. എന്നിട്ട് നിങ്ങളുടെ കഴുത്ത് ഒരു ചില്ലയാക്കി, തലച്ചോറിനെ ഒരു കൂടാക്കി, കൂട്ടിൽ 5-6 മുട്ടയിട്ട് അടയിരുന്ന് അങ്ങനെ നിങ്ങളെ ഒരു സമ്പൂർണ്ണ മരമാക്കി എന്നിരിക്കിൽ അതെന്തൊരു രസമായേനെ. ആലോചിക്കാൻ തലച്ചോറില്ലാത്തത് കൊണ്ട്, മറ്റൊന്നും ചെയ്യാനില്ലാത്തത് കൊണ്ട് നിങ്ങളാ മുട്ട വിരിയാൻ കിളിയുടെ ഒപ്പം കാത്തിരിക്കും. മഴയത്ത് മുഴുവൻ നനവും ഇലകളിലൂടെ ഏറ്റുവാങ്ങി, മുഴുവൻ വെയിലും കുടിച്ച് പച്ച തഴച്ച് പുലരിമഞ്ഞ് മുഴുവനും അരിച്ചരിച്ചെടുത്ത് മേലെ അണിഞ്ഞ് ഒരു മുഴുനീള മരമായി നിങ്ങൾ അങ്ങനെ തല ഉയർത്തി നിൽക്കും. മുട്ട വിരിയുകയും കിളിയും കുഞ്ഞുങ്ങളും ആകാശത്തേക്ക് പറന്നുയരുകയും ചെയ്യുമ്പോൾ, ഓ, ഇങ്ങനെയും ജന്മസായുജ്യം നേടാമെന്ന് നിങ്ങൾ അന്നേരം നിങ്ങളുടെ മുൻകാല ജീവിത പാച്ചിലുകളോട് മനോഗതിക്കും. ഒരിളം കാറ്റിൽ ചില്ലകളാട്ടി ഇലകളുടെ വിരലുകളാൽ വായുവിൽ സ്വസ്ഥതയുടെ ആത്മകഥനം എഴുതി നിങ്ങൾ അങ്ങനെ മരമായി നിൽക്കും. തൊട്ടടുത്തുകൂടെ അർത്ഥമേതുമറിയാതെ നിർമ്മിക്കപ്പെട്ട ജീവിത ഹൈവേയിലൂടെ അപ്പോഴും നിങ്ങൾ പുറകിലുപേക്ഷിച്ചു വന്ന ലോകം ധൃതിപ്പെട്ട് പുളച്ചു നീങ്ങുന്നുണ്ടാവും. ഇതെന്ത് ഒരു വെറും പുഴു എന്ന പുറംനോട്ടങ്ങളെ മുഴുവൻ സ്വീകരിച്ച് ചിരിച്ച് നിങ്ങൾ അന്നേരം ആനന്ദത്തിന്റെ ഒരു പുഴയാവും. ഒരു കിളി, ഒരു മരം, ഒരു പുഴ എന്നിങ്ങനെ എത്രയും ലളിതമായ സൗമ്യ ചിത്രങ്ങൾ വരച്ച് നിങ്ങളുടെ മകൾ നിറഞ്ഞു ചിരിക്കും. അത്രയ്ക്ക് ലളിതമാണല്ലോ ഈ ജീവിതം എന്ന് ഗഹനമായി ചിന്തിക്കും നിങ്ങൾ അന്നേരം. കിളിമുട്ട വിരിയിച്ചെടുത്ത ഇളം ചൂട് തലച്ചോർ കൂടിൽ കിളിക്കുഞ്ഞുങ്ങൾ ബാക്കി വെച്ചുപോയ സംഗീതം
വേരുകൾ മുതൽ ഇലത്തുമ്പുകൾ വരെ ഒഴുകിപ്പരക്കും. ആകാശനിലാവ് അത് ചന്ദനം കണക്കെ തൊട്ടെടുക്കും. ഒരു നാൾ ഒരു വെറും മരമാകും നിങ്ങൾ എന്ന വരിയിലെ ആ വെറും എന്ന വാക്ക് പ്രപഞ്ചത്തിലേക്കും വച്ച് ഏറ്റവും വലിയ വാക്കാണല്ലോ എന്ന് തിരിച്ചറിയും നിങ്ങൾ അപ്പോൾ. ഇതാണ് എൻ്റെ ആഴപരിസ്ഥിതി കവിതകൾ. കുറച്ച് കാര്യങ്ങൾ കൂടി കൂട്ടിച്ചേർക്കാം. ഇപ്പോൾ വിനോദകൃഷ്ണൻ മാഷ് സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ശാരീരിക അസ്വസ്ഥതകൾ കൊണ്ട്, അല്ലെങ്കിൽ ഇനിയും കൂടുതൽ ഒ വി വിജയന്റെ കൃതികളെ പറ്റി പറയാൻ കെൽപ്പുള്ള ഒരാളായിരുന്നു. പക്ഷെ എങ്കിലും പറഞ്ഞത് ഷാർപ്പായിട്ടൊക്കെ പറഞ്ഞ് പെട്ടെന്ന് നിർത്തി എന്നുള്ളൊരു തോന്നലുണ്ടായി. ഖസാക്കിന്റെ ഇതിഹാസം തുടങ്ങുന്ന ആ വരികള് കൂടി ഒന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ഈ സംഭാഷണം അവസാനിപ്പിക്കാൻ തോന്നുന്നു. അതായത്, പണ്ടായിരുന്നെങ്കിൽ ഞാൻ ആ പേജ് മുഴുവൻ കാണാതെ പറയുമായിരുന്നു. അത്രയും ഖസാക്കിന്റെ ഇതിഹാസം വായിച്ച് ഹൃദ്യസ്ഥമാക്കിയ ഒരു സംഗതിയാണ്. ബസ് വന്ന് ഇറങ്ങിയപ്പോൾ ആ സ്ഥലം രവിക്ക് അപരിചിതമായി തോന്നിയില്ല എന്നുള്ളതിൽ തന്നെയുണ്ട് വലിയൊരു ആഴ പരിസ്ഥിതി ചിന്ത. കാരണം ഒന്നും അപരിചിതമല്ല. മറ്റേ ആരാണ് അപരൻ എന്ന് ചോദിച്ച ആ ചോദ്യത്തിന്റെ ഒരു വലിയ ഇതാണ് ആ ഒരു ആദ്യത്തെ വരി. ബസ് വന്ന് ഇറങ്ങിയപ്പോൾ രവിക്ക് ആ സ്ഥലം അപരിചിതമായി തോന്നിയില്ല. അങ്ങനെ പടർന്നു പന്തലിച്ച ഇങ്ങനെ കുറെ ഉണ്ട് കൂമങ്കാവിനെ പറ്റിയിട്ടൊക്കെ പറയുന്നത്. അത് വിജയന്റെ ആഴപരിസ്ഥിതി ദർശനത്തിന് ഒരു മകുടോദാഹരണമായിട്ട് പറയാവുന്ന ഒരു സംഗതിയാണ്. അതുപോലെ തന്നെ മധുരങ്കായതി എന്നുള്ള അദ്ദേഹത്തിന്റെ നോവല് ഒരു പക്ഷേ ഒരിക്കലും അത്രയൊന്നും ആഴത്തിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു നോവലായിരുന്നില്ല അതെന്ന് തോന്നിയിട്ടുണ്ട്. മധുരങ്കായതി വളരെയേറെ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. വായിക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും വായിച്ചിരിക്കേണ്ട ഒന്നാണ്. ഭൂമി 2 അർദ്ധഗോളങ്ങളായിട്ട് പിരിഞ്ഞ് ഒരു ഭാഗത്ത് മുഴുവൻ യന്ത്രവൽകൃത ലോകവും മറുഭാഗത്ത് പ്രകൃതിയും മാത്രമാവുന്ന ഒരു ഭയങ്കര എന്താ പറയാ കടിഞ്ഞാണ് പൊട്ടിയ ഒരു ഭാവനയിലുള്ള ഒരു നോവലാണത് മധുരങ്കായതി. അപ്പോ എപ്പോഴും ഏത് വേദിയിലും ഞാൻ ഒരു കവിത പാടി രക്ഷപ്പെടാറുണ്ട്. അതേ കവിത ഞാൻ ഒരിക്കൽ കൂടി ഇവിടെ ചൊല്ലിക്കൊണ്ട് എൻ്റെ ഈ ഒരു സംഭാഷണം നിർത്താൻ ആഗ്രഹിക്കുന്നു. മധുസൂദനൻ നായർ എഴുതിയ ഒരു കവിതയാണ്. അത് പ്രണയത്തിനെ പറ്റിയിട്ടുള്ള ഒരു കവിതയാണെന്ന് പറയാം. അതിനേക്കാളൊക്കെ എനിക്ക് അത് പ്രപഞ്ചത്തിനോടും പ്രകൃതിയോടും ചേർത്ത് വെച്ച് വായിക്കാനാണ് ഇഷ്ടം. അങ്ങനെ ഒരു കവിത ദൈവത്തിൻ്റെ വികൃതികൾ എന്നുള്ള ചലച്ചിത്രത്തിൽ ഉണ്ടത്. അത് മയ്യഴിയെ പറ്റിയിട്ട് ആ രീതിയിലൊക്കെയാണ് ആ ചിത്രത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ആ ഒരു കവിത കൂടി പാടിയിട്ട് ഞാൻ നിർത്താം. ഇരുളിൻ മഹാനിദ്രയിൽ നിന്നുണർത്തിനി നിറമുള്ള ജീവിത പീലി തന്നു. എന്റെ ചിറകിനാകാശവും നീ തന്നു, നിന്നാത്മശിഖരത്തിലൊരു കൂടു തന്നു, ആത്മശിഖരത്തിലൊരു കൂടു തന്നു. ഒരു കുഞ്ഞു പൂവിലും തളിർ കാറ്റിലും നിന്നെ നീയായി മണക്കുന്നതെങ്ങു വേറെ. ഒരു കുഞ്ഞു പൂവിലും തണുകാറ്റിലും നിന്നെ നീയായി മണക്കുന്നതെങ്ങു വേറെ. ജീവനുരുകുമ്പോൾ ഒരു തുള്ളി ഒഴിയാതെ നീ തന്നെ നിറയുന്ന പുഴയെങ്ങു വേറെ. കനവിന്റെ ഇതളായി നിന്നെ പടർത്തി നീ വിരിച്ചൊരാകാശമെങ്ങു വേറെ. ഒരു കൊച്ചുരാപ്പാടി കരയുമ്പോഴും നേർത്തൊരരുവിതൻ താരാട്ടു തളരുമ്പോഴും. ഒരു കൊച്ചുരാപ്പാടി കരയുമ്പോഴും നേർത്തൊരരുവിതൻ താരാട്ടു തളരുമ്പോഴും. കനവിലൊരു കല്ലു കനിമധുരമാകുമ്പോഴും കാലമിടറുമ്പോഴും. നിന്റെ ഹൃദയത്തിൽ ഞാൻ എൻ്റെ ഹൃദയം കൊരുത്തിരിക്കുന്നു, നിന്നിലഭയം തിരഞ്ഞു പോകുന്നു.
അടരുവാൻ വയ്യ, അടരുവാൻ വയ്യ നിൻ ഹൃദയത്തിൽ നിന്നെനിക്കേതു സ്വർഗം വിളിച്ചാലും. അടരുവാൻ വയ്യ നിൻ ഹൃദയത്തിൽ നിന്നെനിക്കേതു സ്വർഗം വിളിച്ചാലും. ഉരുകി നിന്നാത്മാവിനാഴങ്ങളിൽ വീണു പൊലിയുമ്പോഴാണെൻ്റെ സ്വർഗം. ഉരുകി നിന്നാത്മാവിനാഴങ്ങളിൽ വീണു പൊലിയുമ്പോഴാണെൻ്റെ സ്വർഗം. നിന്നിലടിയുന്നതേ നിത്യസത്യം. നമസ്കാരം.